ഹലോ ഡിയേഴ്സ്, നമ്മളിന്നൊരു മൂക്കുത്തി എടുക്കാൻ പോകുന്നൊരു വ്ളോഗാണ് എടുക്കണേ. കുട്ടിപ്പട്ടാളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? ഞങ്ങൾ പോകുകയാണ് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ തന്നെ ഒരു മൂക്കുത്തി എടുത്ത് വെച്ചിരുന്നു. പക്ഷെ അതെനിക്ക് പാകമാവുന്നില്ല. അതാണ് സാധനം. അത് തീരെയും പാകമാവുന്നില്ല. അപ്പോൾ അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. മലബാറിൽ നിന്നാണ് എടുത്തത്. അവന്യൂ മാളിൽ നിന്ന്, ഇവിടെ മസ്കറ്റിൽ നിന്ന്. സൗഹാർ ഒരു മലബാറുണ്ട്, അങ്ങോട്ടാണ് നമ്മുടെ പോക്ക്. നമ്മള് സൗഹാർ എടുക്കുന്ന ആള് മസ്കറ്റിൽ പോയി ഫുള്ള് കരുതി. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. വീണ്ടും സൗഹാർ ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് വൈകിട്ടൊരു 5:30 ശേഷമൊക്കെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് കുക്കു കയറി ഐസ്ക്രീം ഒന്ന് കഴിക്കാന്ന് വിചാരിച്ചു. എന്താ ചെയ്യാ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മൂക്കുത്തി എടുക്കാനായിട്ട് എന്നെ കൊണ്ടുപോയി ലോകം മൊത്തം കൊണ്ടുപോകും. അത് കഴിഞ്ഞ് മൂക്കുത്തി എടുക്കോ അതില്ല. എന്നിട്ട് ഐസ്ക്രീമും കാപ്സിയും അത് ഇതൊക്കെ വാങ്ങി തിന്നും. അവസാനം മൂക്കുത്തി എടുക്കാണ്ട് വീട്ടിൽ വരും. ഇത് ഫുഡിൻ്റെ കാര്യമായതുകൊണ്ടും ഭർത്താവ് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ചെവിക്കൂടെ കെട്ടി അപ്പുറത്തെ ചെവിക്കൂടെ വിടണം എന്നുള്ളതുകൊണ്ടും ഞാനൊരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ചായ മേടിച്ചു. എൻ്റെ കെട്ടിയവൻ പറയണ കേട്ടിട്ടുള്ളതും കൂടെ പോകുന്നുള്ളൊരു വിഭ്രാന്തിയിലായിരുന്നു എൻ്റെ യാത്ര. അങ്ങനെ നമ്മൾ ലുലു എത്തി. ഇതാണ് ലുലു നെക്സ്റ്റ് ഒക്കെ ഇവിടെ അടുത്താണ്. ലുലുവിൻ്റെ ഉള്ളിലാണ് മലബാർ ഗോൾഡ് ഉള്ളത് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ പോയത് ലുലുവിൻ്റെ അടുത്തുള്ള ഡേ ടു ഡേ ഷോപ്പിലേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മലബാറിലെത്തി. മലബാറിലെ വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനോടെ കിടന്ന് ഇതാണ്ടി നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. സെയിൽസ്മാൻമാരൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞാണ് ഒരാൾ കിട്ടിയത്. ഇവിടെ ജയും ഉണ്ടായിരുന്നില്ല, റിങ്ങും ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു റിങ്. ഒന്നുമില്ലാത്ത നല്ല കുഞ്ഞപ്പം എന്നുള്ള രീതിക്ക് ഞാൻ തന്നെ എടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ വില നിശ്ചയിക്കണമെങ്കിൽ നമ്മൾ എടുത്തെടുത്ത് തന്നെ അറിയണം എന്നുള്ളതുകൊണ്ടും അവിടെ സെയിൽസ്മാൻമാർ നല്ല തിരക്കായതുകൊണ്ടും നമ്മളോട് നാളെ വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറഞ്ഞ പോലെ പട്ടിച്ചന്തയ്ക്ക് പോയ പോലെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നേരെ കയറിയത് ലുലുവിലാണ്. ലുലുവിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു. നല്ല ചൂടല്ലേ ഗൈസ്. അപ്പം നമ്മൾ പിന്നെയും ഐസ്ക്രീം. കാലത്ത് ഞാൻ 50 പൈസ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അത് നിങ്ങൾ കണ്ട് വാശി പിടിച്ച് ഇപ്പൊ അങ്ങനെ കൊണ്ട് 670 പൈസ ഐസ്ക്രീം. ഒറ്റയ്ക്ക് ഐസ്ക്രീം മേടിച്ചെന്ന് ഇങ്ങനെ ഇരിക്കും. പിള്ളേരെ വണ്ടി ഇട്ടിട്ട് ഒറ്റയ്ക്ക് പോകുമ്പോ എന്ത് രസാ. നമ്മൾ നേരെ അവിടെ ചൈന മാർക്കറ്റിലാണ് കയറുന്നത്. ഒരു ഷൂ എടുക്കാനായിട്ട് മുന്നേ നോക്കി വെച്ചിരുന്നു. അതിൽ നിന്ന് പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. എന്തൊക്കെ കാഴ്ചകളാണല്ലേ. ഇതൊക്കെ കണ്ടു നടക്കാനേ നമുക്ക് പറ്റുള്ളൂ. എൻ്റെ കെട്ടിയവനെ ആട്ടി ഓടിപ്പിക്കും. ഇവിടെ നിൽക്കാൻ പാടില്ല ഓടുന്നു. ഇതാണ് അടുത്ത ഷൂ. കുറേ ലേഡീസ് ഷൂ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതെടുത്തില്ല. ഇതാണത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. പട്ടിച്ചന്തയ്ക്ക് പോയി ഷൂ എങ്കിലും കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതിൽ 2 ദിവസത്തെ വീഡിയോസ് ഞാൻ മെർജ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഈ വ്ളോഗ്. ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ വന്നു. ഇത് നിൽക്കുന്നത് കല്യാണിലാണ്, മലബാറിലല്ല. മലബാറിൽ പറഞ്ഞു വെച്ചത് എടുക്കാൻ വന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് കല്യാണിലോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ അവിടെ ഇരിക്കുന്നപ്പോൾ ഒരു 10-15 റിങ്ങും 10-15 ജേട്ടൈപ്പും. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് എടുത്ത് എൻ്റെ കെട്ടിയവൻ പോയി അപ്പുറത്ത് മലബാറിൽ നിന്ന് അത് ക്യാഷാക്കി മേടിച്ച് ഇവിടെ നിന്ന് ഞാൻ എടുത്തു കേട്ടോ. ഇതാണ് നമ്മളത് എടുത്തതിന് ശേഷം അവിടെ ലുലു പിന്നെയും കയറിയിട്ടോ. റുചേട്ടനാണെങ്കിൽ ജിമ്മിൽ പോകാനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കണം. പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി നടക്കണം. പോകുന്ന അറിയില്ല, എങ്കിലും സാധനം മേടിച്ചേക്കാമെന്ന് വിചാരിച്ച് പാൻറ്റും അതേപോലെ തന്നെ കയ്യിലിടുന്ന ആ ഗ്ലൗസ് ടൈപ്പിലെ ആ സാധനം മേടിക്കാനായിട്ട് പോയത്. അങ്ങനെ അതും മേടിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ കാര്യം ഭംഗിയായിട്ട് നടന്നുള്ള സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ.